ഒരു ടാറൊന്നും കുഴിച്ചു കളയുന്നു റഹീമിനോട്. കാര്യം അത് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഞങ്ങൾ മാറ്റി. അല്ലെങ്കിൽ മന്ത്രിക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. മന്ത്രിയുടെ കീഴിലുള്ള സ്കൂളിൽ വർഷങ്ങളായിട്ട് ക്ഷേത്ര ട്രസ്റ്റിന്റെ സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടുണ്ട്. സുഹൃത്തെ, ഞാൻ എൻ്റെ മറുപടി പറഞ്ഞല്ലോ. വിദ്യാഭ്യാസ വകുപ്പിന്റെ കാര്യം ഭംഗിയായിട്ട് നോക്കട്ടെ, കോർപ്പറേറ്റ് കാര്യം ഞങ്ങൾ നോക്കണം. പിന്നെ പണ്ടത്തെ പൊങ്കാല കഴിഞ്ഞ് ഞാൻ ഒരു മിനിറ്റ്, മന്ത്രി ഉൾപ്പെടെ തോറ്റത് ഇപ്പോഴും അംഗീകരിക്കാൻ തയ്യാറല്ല. ഇപ്പം മേയർ അദ്ദേഹമല്ല, എയർ ബ്ലോക്ക് ഉണ്ടായതുകൊണ്ടാണ് വെള്ളമുട്ടുണ്ടായെന്ന് പ്രശാന്ത് പറഞ്ഞില്ലേ. എയർ ബ്ലോക്ക് മാറ്റേണ്ട കോർപ്പറേഷൻ ഉത്തരവാദിത്തമാണ്. അവർക്ക് ഭരണം നഷ്ടപ്പെട്ടു. ഈ വസ്തുത അംഗീകരിക്കണം. തോറ്റാൽ പിന്നെ വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട, തോറ്റായിട്ട് അംഗീകരിക്കണം. സ്പെൻസർ ലോഞ്ച് 2 കുട്ടിയെടുത്ത് ഫോട്ടോ എടുത്തിട്ട് പോയാൽ ഞങ്ങളൊക്കെ രാത്രി വെളുപ്പിന് 3 മണി വരെ വീട്ടിലുണ്ടായിരുന്നു. എന്തന്വേഷിക്കാനാണ്? ആരാ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്? ഇതേ വിദ്യാഭ്യാസ മന്ത്രിയിലെ പൊങ്കാലയുടെ പിറ്റേന്ന് രാവിലെ പറഞ്ഞത് കോർപ്പറേഷൻ കൃത്യമായിട്ട് അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചു, നഗരമൊക്കെ ശുചീകരിച്ചു എന്ന്. എന്താ വിദ്യാഭ്യാസ മന്ത്രിക്ക് പിറ്റേന്ന് രാവിലെ ഇതേ മന്ത്രിയല്ലേ പറഞ്ഞത്? എന്നിട്ട് എന്ത് 24 മണിക്കൂർ ഞാൻ മന്ത്രിക്ക് നിലപാട് മാറ്റേണ്ടി വന്നു? അപ്പോൾ ഞാൻ നേരത്തെ അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. പൊങ്കാല കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും സമൂഹത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും നടത്തിപ്പിനെ, അത് കോർപ്പറേഷൻ മാത്രമല്ല, അത് സംസ്ഥാന സർക്കാരിന്റെ വകുപ്പ്. ഞാൻ ആദ്യം തന്നെ പോലീസിനെ കുറിച്ചല്ലേ പറഞ്ഞത്. 1750 വനിതാ പോലീസുകാരെ വിന്യസിച്ചുകൊണ്ട് വളരെ നന്നായിട്ട് പോലീസ് സേവനം അനുഷ്ഠിച്ചു. ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ കോർപ്പറേഷനെയും ചെയ്യും. അതിനൊരു അസ്വസ്ഥതയിൽ അടിസ്ഥാന പ്രശ്നം എന്തെന്നറിയോ? അത് ഈ പറയുന്നവർ മനസ്സിലാക്കേണ്ടത് അവർക്ക് ഭരണം നഷ്ടപ്പെട്ടു. ഈ വസ്തുത അംഗീകരിക്കണം. തോറ്റാൽ പിന്നെ വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട, തോറ്റായിട്ട് അംഗീകരിക്കണം. പ്രശ്നം അതാണല്ലോ. ഈ തോൽവി ഇപ്പോഴും ബഹുമാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെ തോറ്റത് ഇപ്പോഴും അംഗീകരിക്കാൻ തയ്യാറല്ല. ഇപ്പം മേയർ അദ്ദേഹമല്ല, അദ്ദേഹം മേയറായിരുന്ന ഒരു കാലഘട്ടത്തിൽ. ഇപ്പൊ ജനങ്ങൾ വേറെ മേയറെ തിരഞ്ഞെടുത്തിരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ഞാൻ മാറി പുതിയ മേയർ. അപ്പോൾ പുതിയൊരു മേയർ വരുമ്പോൾ പുതിയൊരു മേയർ വന്നുവെന്നും അവരെയാണ് ജനം തിരഞ്ഞെടുത്തിരിക്കുന്നതെന്നും പുതിയൊരു കോർപ്പറേഷൻ ഭരണസമിതി വന്നുവെന്നും അവരെയാണ് ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്നും അംഗീകരിക്കാൻ തയ്യാറാകണം. ഇപ്പോഴും ഈ എല്ലാ ഭരണ സംവിധാനങ്ങളും ഞങ്ങളുടെ കയ്യിലാണ് എന്നൊരു ധാരണ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ തോന്നുന്നത്. എല്ലാം ഞങ്ങളാണ് ചെയ്യാവുള്ളൂ. വിദ്യാഭ്യാസ വകുപ്പിന്റെ കാര്യം ഭംഗിയായിട്ട് നോക്കട്ടെ, കോർപ്പറേഷൻ്റെ കാര്യം ഞങ്ങൾ നോക്കണം. കോർപ്പറേഷൻ ഭരിക്കാൻ വേണ്ടി ജനങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഭരണസമിതി ഉണ്ട്. ആ ഭരണസമിതി നോക്കാം. അതിന് കൃത്യമായിട്ട് ശേഷിയുള്ളവർ തന്നെയാണ് കോർപ്പറേഷന്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഈ പൊങ്കാല ദിവസം തന്നെ മാധ്യമങ്ങൾ നീക്കം ചെയ്തെന്ന് താങ്കൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇന്നലെ മാധ്യമങ്ങൾ പുറത്തുവിട്ട ദൃശ്യങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചില്ലായിരുന്നു? ഇല്ല, മാധ്യമങ്ങൾ ഒരുപാട് ദൃഷ്ടികൾ സോഷ്യൽ മീഡിയയിലൊക്കെ വരാറുണ്ട്. എല്ലാം വാർത്തയും കാണാൻ പറ്റാറില്ല. പിന്നെ പണ്ടത്തെ പൊങ്കാല കഴിഞ്ഞ് ഞാൻ ഒരു മിനിറ്റ് പൊങ്കാല കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞുള്ള ദൃശ്യം എടുത്തു വെച്ചിട്ട് ഇന്നലെയും കിടക്കുന്നു എന്ന് പറഞ്ഞ് പുറത്തു വിട്ടവരുണ്ട്. അല്ലെ, ഞാൻ പറഞ്ഞത് മാധ്യമങ്ങൾ എവിടെ നിന്ന് ദൃശ്യങ്ങൾ എടുത്തെന്ന് ഞാൻ നോക്കിയിട്ടില്ല. മാധ്യമങ്ങൾ പല ദൃശ്യങ്ങളും എടുത്തിട്ടുണ്ട്. ഞാൻ കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ട്. കോർപ്പറേഷൻ മാറ്റേണ്ട സ്ഥലത്ത് നിന്ന് ഞങ്ങൾ കൃത്യമായിട്ട് മാറ്റിയിട്ടുണ്ട്. ക്ഷേത്ര ട്രസ്റ്റിന്റെ സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടുണ്ട്. സുഹൃത്തെ, ഞാൻ എൻ്റെ മറുപടി പറഞ്ഞല്ലോ. കോർപ്പറേഷൻ മാറ്റേണ്ട സ്ഥലങ്ങളിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. 25-30 കിലോമീറ്റർ ചുറ്റളവിൽ നിന്ന് 4 മണിക്കൂർ കൊണ്ട് ഇതൊക്കെ മാറ്റി ലക്ഷക്കണക്കിന് വന്ന ചുടുകല്ലും രാത്രി 10 മണിക്ക് മുമ്പ് ഞങ്ങൾ നിശ്ചയിച്ച സ്ഥലത്തേക്ക് മാറ്റാനുള്ള ശേഷി ഞങ്ങൾക്കുണ്ടെങ്കിൽ ഈ 5 സെന്റോ 10 സെന്റിലോ കിടക്കുന്ന പൂ മാറ്റാനായിട്ട് ബുദ്ധിമുട്ടാണോ? അതൊക്കെ ഒരു ആചാരത്തിന്റെ ചടങ്ങിന്റെ ഭാഗമായിട്ടൊക്കെ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ക്ഷേത്രത്തിന് മാറ്റുന്ന രീതിയുണ്ട്. അവിടെ ഞങ്ങൾ കയറി ഇടപെട്ടാൽ അത് അതിൻ്റെയൊക്കെ ലംഘനമായി മാറും. എന്നിട്ട് വാർത്ത വേറെ ആയിരിക്കും. അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കുവാനാണ് കഴിഞ്ഞ വർഷം എന്തൊക്കെയാണോ ചെയ്തത്. കഴിഞ്ഞ വർഷം ഇതിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇപ്പോഴും നേതൃത്വം കൊടുത്തത്. ഞങ്ങൾ ആരെയും മാറ്റിയിട്ടില്ല. അവരുടെ നിർദ്ദേശം അനുസരിച്ചാണ് അവർ ആത്മാർത്ഥമായിട്ട്. ഇതിൽ ആദ്യം എന്താ ചെയ്തത്? തൊഴിലാളികളെ, ഉദ്യോഗസ്ഥരെ കുത്തിത്തിരിപ്പുണ്ടാക്കി അവരെ പിൻവലിപ്പിക്കാനായിട്ട് ഒരാലോചന നടന്നു. ഒരു തൊഴിലാളി പോലും പ്രവർത്തനത്തിന് പിന്നോട്ട് പോയിട്ടില്ല. ആത്മാർത്ഥമായിട്ട് കോർപ്പറേഷൻ മുഴുവൻ തൊഴിലാളികൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തു. അതുകൊണ്ട് അവിടെയൊന്നും ഒരു പാളിച്ചയും സംഭവിച്ചിട്ടില്ല. അല്ലെ, മന്ത്രിക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. മന്ത്രിയുടെ കീഴിലുള്ള സ്കൂളിൽ വർഷങ്ങളായിട്ട് ഇവിടെ പാർക്കിങ്ങിന്റെ പേരിൽ പിരിവ് നടത്തിയ ഞാൻ പറഞ്ഞവിടെ മന്ത്രി അറിയാം. ചോദിച്ചു 1000 രൂപ രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ഒരു ടൂറിസ്റ്റ് ബസ്
പൊങ്കാലയിടാൻ വരുന്ന ഭക്തരെ കൊണ്ടുവരുന്ന ഒരു ബസ് 1000 രൂപ വർഷങ്ങളായിട്ട് ഇങ്ങനെ പിരിവ് നടക്കുന്നു എന്ന് പറഞ്ഞാൽ വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞാൽ മന്ത്രി അറിയണ്ടേ? ഇതേ മന്ത്രിയുടെ മണ്ഡലത്തിലല്ലേ ഒരു ഓൾട്ടോ കാർ ഇടാൻ വേണ്ടി 400 രൂപ വാങ്ങിച്ച ഐരാടി മുട്ടത്ത്. ഈ മുൻ ഭരണസമിതി ഇരുന്നപ്പോൾ കരാർ കൊടുത്തിരുന്ന കരാറുകാരനില്ലേ ഒരു കാറിന് ഒരു രാത്രിക്ക് 750 രൂപ ഗാന്ധി പാർക്കിൽ വാങ്ങിച്ചത്. ഇതൊന്നും മന്ത്രി അറിഞ്ഞില്ലേ? ഇതൊക്കെ അറിയണ്ടേ? ഇവിടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മുമ്പ് നിരവധി ദിവസങ്ങൾ വെള്ളം കിട്ടാറുണ്ടല്ലോ പൈപ്പിലൂടെ. ജല അതോറിറ്റി ഭരിക്കുന്ന കോർപ്പറേഷൻ അല്ലല്ലോ. ഇവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോ അല്ലെങ്കിൽ ഈ ശ്രുതിയോ ഞാനോ ഒന്നും അല്ലല്ലോ ജലവിഭവ വകുപ്പ് മന്ത്രി. എന്നിട്ട് MLA പ്രശാന്ത് പറഞ്ഞല്ലോ എയർ ബ്ലോക്ക് ഉണ്ടായതുകൊണ്ടാണ് വെള്ളം മുട്ടുണ്ടായെന്ന് പ്രശാന്ത് പറഞ്ഞില്ലേ? എയർ ബ്ലോക്ക് മാറ്റേണ്ടത് കോർപ്പറേഷൻ ഉത്തരവാദിത്തമാണോ? എന്നിട്ട് ടാങ്കറിൽ വെള്ളം കൊടുത്തു. ഞാനത് പറഞ്ഞു, അദ്ദേഹം പല കാര്യങ്ങളും മനസ്സിലാക്കാന്ന് പറയാം. ടാങ്കറിൽ വെള്ളം കൊടുത്തു. ഞങ്ങളവിടെ കൊടി കാണിച്ച ഫ്ലാഗ് ഓഫ് ചെയ്തതാണ്, അല്ല ഒരു ടാങ്കർ ഒരു കൊടിയും വെച്ച് കിട്ടിയില്ല. ഈ ഫ്ലാഗ് ഓഫ് ചെയ്തപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഫ്ലാഗ് ഓഫ് ചെയ്ത കൊടി ഏതോ പാർട്ടിയുടെ അതും കെട്ടിവെച്ച് അത് ഏതോ സംഘടനയുടെ കൊടി അത് കെട്ടി. അദ്ദേഹം പറഞ്ഞത് ടാങ്കറിൽ കൊടി വെച്ച് ഷോ കാണിക്കുന്നു. ടാങ്കറിൽ ആരും കൊടി വെച്ചില്ല. ഷോ ആരാ കാണിച്ചത്? സ്പെൻസർ ലോഞ്ച് 2 കുട്ടിയെടുത്ത് ഫോട്ടോ എടുത്തിട്ട് പോയാരാ? ഞങ്ങളൊക്കെ രാത്രി വെളുപ്പിന് 3 മണി വരെ ഫീൽഡിലുണ്ടായിരുന്നു. ഞങ്ങൾ ഉദ്ഘാടനം നടത്തിയിട്ട് വീട്ടിൽ പോയില്ല. ആരായിരുന്നു? അപ്പോ അത്തരത്തിലേക്കൊന്നും പോകാതിരിക്കുന്നതാണ് ആരോഗ്യകരം. ഓരോരുത്തരെയും ജനങ്ങളെ ഏൽപ്പിച്ച കാര്യങ്ങൾ അവർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ആരാണ്? അല്ല, പോയി ടാറൊന്നും കുഴിച്ചു കളയല്ലെന്ന് പറയണം റഹീമിനോട്. കാര്യം അത് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഞങ്ങൾ മാറ്റി. റഹീമിന്റെ ആവേശം കൊണ്ട് ഫുട്പാത്ത് ഒന്നും ഇടിക്കുകയോ ടാറൊന്നും കുഴിച്ചുകളയെന്ന് പറയാം. ഞാൻ ചോദിക്കട്ടെ, റഹീം ജില്ലാ സെക്രട്ടറി ആയെന്ന് ജനങ്ങൾ അറിയണം. റഹീം ജില്ലാ സെക്രട്ടറി അതിന്റെ സാന്നിധ്യം അറിയിക്കുവാൻ വേണ്ടിയാണ് റഹീം ഇതൊക്കെ. റഹീം എവിടെ പരിപാടി അവതരിപ്പിച്ചാലും നമുക്കറിയാം. അത് അല്ലേ? റഹീം പണ്ട് തേഞ്ഞിപ്പാലം പോസ്റ്റ് ഓഫീസിൽ മാർച്ച് നടത്തിയതുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷെ റഹീം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആറ്റുകാൽ പോലുള്ള ഒരു ക്ഷേത്രത്തിനെ, പവിത്രമായ ഒരു ക്ഷേത്രത്തിനെ, ഉത്സവത്തെ വിവാദത്തിലേക്ക് കൊണ്ടുവന്നിട്ട് വേണമോ റഹീമിന്റെ ലാൻഡിങ് നടത്തേണ്ടത് എന്ന് റഹീം ആലോചിക്കണം. അതൊരു അപകടകരമായ രാഷ്ട്രീയമാണ്. അതിൽ നിന്നും റഹീം പിന്മാറണം. റഹീം ഇന്നലെ ലാൻഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ളത്. വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ആറ്റുകാൽ വാർഡ് നഷ്ടപ്പെട്ടു അവർക്ക്. ശ്രുതി അവിടെ നിന്ന് ജയിച്ചു. ശ്രുതിയാണ് അവിടുത്തെ കൗൺസിലർ. ഈ ആറ്റുകാൽ വാർഡ് നഷ്ടപ്പെട്ടത് അവിടുത്തെ മുൻ കൗൺസിലറുടെ കയ്യിലിരിപ്പുണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ ചോദിക്കട്ടെ, കോർപ്പറേഷൻ ഇത്രയും ദൂരം വ്യാപിച്ച് മണ്ണന്തല മുതൽ കിടക്കുന്ന പൊങ്കാല ആറ്റുകാൽ മാത്രം DYFIക്ക് ഈ പ്രതിസന്ധി തോന്നിയത്? അപ്പൊ ആറ്റുകാൽ വാർഡ് നഷ്ടപ്പെട്ടു. ആറ്റുകാൽ BJP ജയിച്ചു. തോറ്റതിന്റെ പ്രശ്നം മുൻ കൗൺസിലറുടെ പ്രവർത്തനത്തിലുള്ള ജനങ്ങളുടെ വിയോജിപ്പാണ്. അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്നതാണ്. ഞാൻ ഇപ്പൊ ഇത്രേ പറയുന്നുള്ളൂ. കൂടുതൽ ആവശ്യമാണെങ്കിൽ പറയാം.